الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي القربى من بعد ما تبين لهم أنهم أصحاب الجحيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله. റബ്ബിൻ്റെ മാർഗത്തിൽ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായിട്ടുള്ള എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിൽ മറ്റൊരാളിൽ നിന്നും സഹായം കിട്ടാത്ത ഭീതിജനകമായ അവസ്ഥയിൽ അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് വിചാരണ എളുപ്പമാക്കി കുടുംബത്തോടൊപ്പം ഉറ്റവരോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സാധാരണ ഒരു മനുഷ്യനോട് ഒരു മനുഷ്യ ജീവിതത്തിലെ തിന്മകളിൽ, തെറ്റുകളിൽ, പാപങ്ങളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ മറുപടി നമുക്ക് ലഭിക്കുന്നത് ഒന്നുകിൽ കൊലപാതകത്തെയായിരിക്കും. ഒരു മനുഷ്യ ജീവിതത്തെ കൊല ചെയ്തുകൊണ്ട് ഒരു ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ തന്നെ അത്താണിയെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെയും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊലകളെയുമൊക്കെ ആളുകൾ പറയും. അല്ലെങ്കിൽ പറയും വിവാഹിതയായ മറ്റൊരു
പുരുഷൻ്റെ ഭാര്യയായ ഇണയായ പെണ്ണുമായി വ്യഭിചരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഒരു സാധാരണക്കാരൻ പറയും. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ് എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിങ്ങൾ പോലും ഏറ്റവും വലിയ പാപം ശിർക്കാണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ട മുസ്ലിങ്ങൾ പോലും ശിർക്കിൻ്റെ ഗൗരവം കാണാതെ മുന്നോട്ട് പോവുകയാണ്. ആ ശിർക്കിനേക്കാൾ കൊലപാതകത്തെയും വ്യഭിചാരത്തെയും മറ്റ് തിന്മകളെയും വലുതായി കാണുകയും പ്രാധാന്യം കാണുകയും തൗഹീദ് എന്താണെന്ന് പഠിപ്പിക്കുകയും ശിർക്ക് എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പൊട്ടലുകളും ചീറ്റലുകളും പ്രശ്നങ്ങളും അതിനെയെല്ലാം ഗൗരവമായി കണ്ടുകൊണ്ട് എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം? മുസ്ലിം സമൂഹത്തിനെതിരെ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ ആക്രമണം അഴിച്ചുകൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ തൗഹീദ് വിശദീകരിച്ച് ശിർക്കിനെ എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഏത് രീതിയിൽ പോയാലും ഒരു ലക്ഷ്യത്തിലേക്കല്ലേ എത്തുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ടാകും. പക്ഷേ പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കുക, കൊലപാതകത്തെക്കാൾ വ്യഭിചാരത്തെക്കാൾ ഗൗരവകരമായ ഒരു പാപമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം ശിർക്കിനെ പരിചയപ്പെടുത്തി തരുന്നത്. ഒരിക്കൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു. എന്താ ചോദിച്ചത്? അയ്യു ദംബിൻ അഅ്ളമു ഇൻദല്ലാഹ്, പ്രവാചകരെ, റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ഗൗരവമുള്ള തിന്മ ഏതാണ് എന്ന് അങ്ങനെക്ക് പറഞ്ഞു തന്നാലും. ഖാല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ ഗൗരവമുള്ള പാപം തിന്മ ഏതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവൻ അല്ലാഹു ആയിരിക്കെ ആ റബ്ബിൽ നീ പങ്കാളിയെ നിശ്ചയിക്കലാണ് ഏറ്റവും ഗൗരവമേറിയ തിന്മയെന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, ജാഹിലിയത്തിലെ മക്കയിലെ സാഹചര്യം, തിന്മകളോടുള്ള ആ മനുഷ്യരുടെ താല്പര്യം, വ്യഭിചാരവും മദ്യവും കൊള്ളയും കൊലയും ഒക്കെ സാർവത്രികമായിരുന്നു. ഇന്നില്ലാത്ത പല ഗൗരവകരമായ തിന്മയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിലേതെങ്കിലും ഒരു തിന്മ പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്നെ സൃഷ്ടിച്ചവൻ ഒന്നുമില്ലായ്മയിൽ നിന്നും, നിന്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നെ സൃഷ്ടിച്ചവനായ റബ്ബ്, അവൻ റബ്ബായുള്ള ആ അവസ്ഥയിൽ തന്നെ ആരാധനയുടെ വിഷയത്തിൽ അവനെ പങ്കാളിയെ നിശ്ചയിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇജ്തനിബു സബഅൽ മുഅബികാത്ത്, ഓ ജനങ്ങളെ, നിങ്ങൾ 7 നാശകരങ്ങളായ വൻപാപങ്ങളെ നിങ്ങൾ വെടിയുക. നിങ്ങൾക്ക് നാശകരമായ 7 വൻപാപങ്ങളെ നിങ്ങൾ വെടിയുക. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വമാ ഹുന്ന, ആ 7 വൻപാപങ്ങൾ, നാശകരമായ 7 വൻപാപങ്ങൾ ഏതാണ്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപത്തെയും എണ്ണി പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ഷിർക്കാണ് നാശകരമായ 7 വൻപാപങ്ങളിൽ ഒന്നാമത്തത്. രണ്ടാമത് പറഞ്ഞു വസ്സഹർ, അത് മാരണമാണ്, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാൻ വേണ്ടി പിശാചുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന സെഹറാണ്, അത് ചെയ്യാൻ പാടില്ല, അത് വൻപാപമാണ്. മൂന്നാമതായി പറഞ്ഞത് വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, മൂന്നാമത്തെ പാവമായി പറഞ്ഞത് അള്ളാഹു നിഷിദ്ധമാക്കിയ മനുഷ്യാത്മാക്കളെ അന്യായമായി കൊല്ലലാണ്, അന്യായമായി ഒരു മനുഷ്യനെ കൊല്ലലാണ്. അടുത്തതായി പറഞ്ഞത് വഅക്ലുർ റിബ,
പലിശ ഭക്ഷിക്കലാണ്. സമ്പത്ത് ഒരാൾക്ക് കൊടുക്കുകയും പിന്നീട് അയാളിൽ നിന്ന് തിരിച്ചു സ്വീകരിക്കുമ്പോൾ അധികമായി സ്വീകരിച്ചുകൊണ്ട് പലിശ വാങ്ങുന്ന, അങ്ങനെ പലിശ ഭുജിക്കുന്ന, അതുമായി ബന്ധപ്പെടുന്നത് വൻപാപങ്ങളിൽ എണ്ണിയിരിക്കുകയാണ്. അടുത്തതായി പറഞ്ഞ വാക്കിലും മാലിൽ യതീം, യതീമിന്റെ ധനം അന്യായമായി ഭുജിക്കലാണ്, യതീമിന്റെ ധനം. പിന്നീട് പറഞ്ഞു വതവല്ലി യൗമ സഹഫ്, യുദ്ധം കൊടുമ്പുരി കൊള്ളുന്ന അവസ്ഥയിൽ ശത്രുക്കൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന പ്രധാനപ്പെട്ട ഘട്ടത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകലാണ്. അടുത്തതായി പറഞ്ഞത് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, സദ്വൃത്തകളായിട്ടുള്ള വിശ്വാസിനികളായിട്ടുള്ള ചാരിത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയലാണ് ഏഴാമത്തെ വൻപാപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ എണ്ണി കൃത്യമായി പഠിപ്പിക്കുകയാണ് 7 വൻപാപങ്ങൾ. അതിലൊന്നാമത്തത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, ശിർക്കാണ്. നോക്കൂ, താഴേക്കുള്ള ഓരോ പാപങ്ങൾ എടുത്താലും ആ പാപങ്ങളെല്ലാം മനുഷ്യർ ഗൗരവമായി കാണുന്നതാണ്. പക്ഷെ അതിനേക്കാൾ മുകളിൽ ഒന്നാമതായി നാശകരമായ വൻപാപമായി പഠിപ്പിച്ചത് ശിർക്കാണ് എന്നുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു ഹദീസിൽ ഗൗരവം പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂദർദാ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഖാല, അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ചങ്ങാതിയായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകിയിരിക്കുന്നു. എന്താ വസിയത്ത്? അല്ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ വഇൻ ഖുതിഅത വഹുരിക്ത. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകിയത്? നീ അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കല്. അബൂദർദായെ, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. നീ ഇതൊരു വസിയത്തായി സ്വീകരിക്കണം. എങ്ങനെ, ഏത് സാഹചര്യത്തിൽ? വൈൻ ഖുതിഅത വഹുരിക്ത, നിന്റെ ശരീരം അതിൻ്റെ പേരിൽ കഷ്ണങ്ങളാക്കപ്പെട്ടാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും ശരി, നിന്റെ പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന ആ ശിർക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുക്കുകയാണ്. ഇതാണ് ശിർക്കിന്റെ ഗൗരവം. നോക്കൂ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രൻ യഹ്യ അലൈഹി സ്വലാമയോട് 5 വാക്കുകൾ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഹദീസിൽ കാണാം. അതായത് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇസ്രായേൽ സന്തതികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമായി 5 ഉപദേശങ്ങൾ, 5 വാക്കുകൾ കൊടുക്കുകയാണ്. അതിലൊന്നാമതായി പറയുന്നത് നമുക്ക് ഹദീസിൽ കാണാം. ഫഖാല, അദ്ദേഹം പറയുകയാണ്, യഹ്യ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്നല്ലാഹ അമറനി ബി 5 കലിമാത്ത്, തീർച്ചയായും അള്ളാഹു എന്നോട് 5 വചനങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. 5 വചനങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. അന്ന അമല ബിഹിന്ന, ആ 5 വചനങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാനും, വ ആമറുക്കും അൻ തഅമലു ബിഹിന്ന, നിങ്ങളോടത് പ്രവർത്തിക്കുവാൻ വേണ്ടി കൽപ്പിക്കുവാനുമായി 5 വചനങ്ങൾ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. യഹ്യ അലൈഹി സ്വലാം പറയുന്നു 5 വചനങ്ങൾ. എന്നിട്ട് അതിൽ ഒന്നാമതായി പറയുന്നത് അവ്വലുഹുന്ന, ആ 5 വചനങ്ങളിൽ ഒന്നാമത്തത് അൻ തഅബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ, അതിലൊന്നാമത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ 5 വചനങ്ങളിൽ ഒന്നാമത്തത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വ ഇന്ന മസല മൻ അശ്റക ബില്ലാഹി കമസലി റജുലിൻ, തീർച്ചയായും ശിർക്ക് ചെയ്യുന്ന ഒരുവന്റെ ഉപമ ഒരു മനുഷ്യനെ പോലെയാണ്. എന്താ ആ മനുഷ്യന്റെ പ്രത്യേകത? ഇഷ്തറ അബ്ദൻ മിൻ ഖാലിസി മാലിഹി ബിദഹബിൻ ഔ വരിഖിൻ, അയാൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് മുന്തിയ സ്വർണമോ വെള്ളിയോ നൽകിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു അടിമയെ വാങ്ങുകയാണ്. ഫഖാല, എന്നിട്ട് അടിമയോട് അദ്ദേഹം പറയുകയാണ്, ഹാദിഹി ദാരി വഹാദാ അമലി, ഇതാണ് എൻ്റെ ഭവനം. ആ അടിമയോട് പറയാണ്, ഇതാണ് എൻ്റെ ഭവനം, ഇതൊക്കെയാണ് എനിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ജോലികൾ. ഫഅമൽ, അതുകൊണ്ട് ഈ ജോലികളൊക്കെ നീ ചെയ്യണമെന്ന് അടിമയോട് പറയുന്നു. വഅദ്ദി ഇലയ്യ, എന്നിട്ട് നീ എനിക്ക് തിരിച്ചു നൽകേണ്ടതെല്ലാം, എനിക്ക് ഒരു അടിമ എന്ന നിലയിൽ യജമാനൻ എന്ന എന്നോട് നീ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നീ പാലിക്കുകയും വേണമെന്ന അടിമയോട് പറയുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? ഫകാന യഅമലു, ആ അടിമ അനുസരണശീലത്തോടുകൂടി
അയാൾ വീട്ടിൽ ഏൽപ്പിച്ച എല്ലാ ജോലികളും ചെയ്യുന്നു. വയുഅദ്ദി ഇലാ ഗൈരി സയ്യിദിഹി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് മാത്രമായി അർപ്പിക്കേണ്ട ചില കാര്യങ്ങൾ യജമാനന് നൽകാതെ മറ്റുള്ളവർക്കുമായി നൽകുന്നു. ഫഅയ്യുകും യർള അയ്യകൂന അബ്ദുഹു കദാലിക, ഇങ്ങനെയുള്ള ഒരു അടിമയെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് തൃപ്തിപ്പെടുന്നത് എന്ന് മഹാനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ സന്തതികൾക്ക് ഒരു ഉപമയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സങ്കടം പറയുന്ന, സഹായം തേടുന്ന, ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്റെ ഉപമ ഏതുപോലെയാണ്? ഈ യജമാനനെ പോലെയാണ്. അയാളുടെ സമ്പത്തിൽ നിന്ന് മുന്തിയ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടൊരു അടിമയെ വാങ്ങി. എന്നിട്ട് ആ അടിമ ചെയ്യേണ്ട ജോലികളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അടിമ അതിൽ പകുതി ജോലി ചെയ്യും, വീട്ടിലെ ജോലി. പക്ഷേ ഈ യജമാനോട് മാത്രമായി അർപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില ബാധ്യതകൾ കൊണ്ട് അതെന്ത് ചെയ്യുന്നു? യജമാനല്ലാത്തവർക്ക് നൽകുകയും ചെയ്യുന്നു. എന്നിട്ടോ ആ അടിമയെ ഏത് യജമാനാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഒരിക്കലും ഒരാളും ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ നമ്മുടെ ഷോപ്പിൽ ഒരാളെ പണിക്ക് നിർത്തി, ജോലി നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് വൈകുന്നേരം നമ്മൾ വരുമ്പോൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നില്ല, അടുത്ത ഷോപ്പിൽ ആ ജോലികളാണ് ചെയ്തത്. നമ്മൾ സാലറി കൊടുക്കുമോ? നാളെ വീണ്ടും വരണമെന്ന് പറയുമോ? ഒരിക്കലും വരണമെന്ന് പറയില്ല. നമ്മൾ അവിടെ പറയുന്നത് വിശ്വാസവഞ്ചന കാണിച്ചു. എൻ്റെ ശമ്പളം വാങ്ങിയിട്ട് എനിക്ക് തിരിച്ചു നൽകേണ്ടതിന് പകരം മറ്റുള്ള ഷോപ്പിൽ പോയാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എന്നാൽ അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച്, അള്ളാഹു നൽകിയ വെള്ളം കുടിച്ച്, അള്ളാഹു നൽകിയ കൈ കൊണ്ട് പിടിച്ച്, അള്ളാഹു നൽകിയ കാല് കൊണ്ട് നടന്ന്, അള്ളാഹു നൽകിയ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ലക്ഷക്കണക്കിന് കോടാനകോടി മനുഷ്യർ അള്ളാഹുവിന് അർപ്പിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അന്തരീക്ഷത്തിൽ നിന്ന് ആ മനുഷ്യൻ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എത്ര കരുണയുള്ളവനാണ് പടച്ച റബ്ബ് എന്നത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ പണിക്കാരനോട് ക്ഷമിച്ചില്ലെങ്കിലും അള്ളാഹു നൽകുന്നു, ദുനിയാവിലെല്ലാം നൽകുന്നു. എന്നാൽ പരലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക് മാത്രമേ ഗുണം ലഭിക്കുകയുള്ളൂ എന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കുക. അത്ര ഗൗരവമുള്ളതാണ് ഷിർക്ക്. മനുഷ്യർ ഷിർക്കിനെ കുറിച്ച് അറിയുന്നില്ല, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. തൗഹീദ് മനസ്സിലാക്കിയവർ പോലും ഷിർക്ക് എന്താണ് എന്ന് കൃത്യമായി പഠിക്കുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നോക്കൂ, ഒരു ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കായ ഒരു വ്യക്തിക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ചത് 9-ാം അധ്യായത്തിലെ 113-ാമത്തെ ആയത്താണ്. പടച്ച റബ്ബ് പറയുന്നു, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ വലൗ കാനൂ ഉലുൽ ഖുർബാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് വേണ്ടി പ്രവാചകനോ വിശ്വാസികളോ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹൃദയബന്ധത്തിൽ നിങ്ങളോട് എത്ര അടുത്തവരായിരുന്നാൽ പോലും, നിങ്ങളുമായി എത്ര അടുത്തവരായിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ റസൂലോ വിശ്വാസികളോ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടരുത്. മിൻ ബഅദി മാ തബയ്യന ലഹും, അവർക്ക് കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം, ദീൻ എന്താണ് എന്ന് ശരിയായി ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും മഹല്ലുകളെ ഭയന്നുകൊണ്ടും, സമൂഹത്തെ ഭയന്നുകൊണ്ടും, ഭാര്യയെ ഭയന്നുകൊണ്ടും, ഭർത്താവിനെ ഭയന്നുകൊണ്ടും, കുടുംബത്തെ പേടിച്ചുകൊണ്ടും തൗഹീദ് സ്വീകരിക്കാതെ വീണ്ടും പച്ചയായ ശിർക്കിലൂടെ ജീവിച്ചു പോയ മനുഷ്യർ, അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല എന്നതാണ്. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് അന്നഹും അസ്ഹാബുൽ ജഹീം. എന്താണെന്നറിയാമോ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടരുത് എന്ന് പറഞ്ഞത്? നരകത്തിന്റെ വിറകുകളാകാൻ വേണ്ടി, നരകത്തിൽ കിടന്ന് വെന്തരിയാൻ വേണ്ടി നരകത്തിന്റെ അവകാശികളെ നിശ്ചയിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പക്കലുള്ള ലിസ്റ്റിൽ അവരുടെ പേരുമുണ്ട് എന്ന കാരണത്താലാണ് നരകത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചവരാണ് അവർ, നരകത്തിന്റെ ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗൗരവമാണ് പ്രിയമുള്ളവരെ ഷിർക്ക്, ഗൗരവമാണ്. ഇത് പറയുന്നത് ആളുകളെ മുശ്രിക്കായി മുദ്രകുത്താനോ മുശ്രിക്കായി പ്രഖ്യാപിക്കാനോ ഇല്ല, അതിനുള്ള അവകാശമൊന്നും നമുക്കില്ല. ഷിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഇത്. മനുഷ്യ സമൂഹത്തോട് പറയാൻ
കുടുംബത്തിലുള്ളവരോട് പോലും പറയാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്, അയൽവാസികളോട് പറയാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്, സ്നേഹം പങ്കിടുന്ന സുഹൃത്തുക്കളോട് പറയാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്, ഇണകളോട് പറയാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. ശിർക്ക് പ്രിയമുള്ളവരെ ഗൗരവമുള്ളൊരു കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് പറയുകയാണ്, വലാ ശൈഅ അഹബ്ബു ഇലല്ലാഹി മിനത് തൗഹീദ്, തൗഹീദിനേക്കാൾ, ഏകദൈവ വിശ്വാസത്തെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യവുമില്ല. റഹ്മാനായ റബ്ബിന് അടിമയെ ഇഷ്ടപ്പെടാനും അടിമയുടെ വിഷയത്തിൽ സന്തോഷിക്കാനും അടിമകൾക്ക് വാരിക്കോരി നൽകാനും അടിമയോട് അടുക്കാനും തൗഹീദിനേക്കാൾ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യവുമില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് പറയുകയാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നത്, വലാ ശൈഅ അബ്ഗദു ഇലൈഹി മിനശ് ശിർക്ക്, ശിർക്കിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യവുമില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് പറയുകയാണ്. അതാണ് ശിർക്ക്, അതാണ് തൗഹീദ്. അതുകൊണ്ട് തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കുകയും ശിർക്ക് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് ശിർക്ക് സംഭവിക്കുക എന്നും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലെങ്കിൽ അല്പമൊക്കെ മനസ്സിലാക്കി എന്ന വിഷയത്തിൽ നമുക്ക് അവസാനം വരെയും നേരെ പോകാൻ സാധിക്കുകയില്ല. കൃത്യമായി കാര്യങ്ങൾ, പ്രമാണങ്ങൾ എന്ന് പഠിച്ചു മനസ്സിലാക്കുകയും ശിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും സ്വജീവിതത്തിൽ നിന്ന് ശിർക്കിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിന് ഇത് പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറായി വരണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസല്ലി വനുസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ മുഹമ്മദ് ബിൻ അബ്ദില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ സഹോദരങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തൗഹീദ് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും ഷിർക്കിൻ്റെ ആളുകളോട് സമരം പ്രഖ്യാപിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് ഷിർക്ക്? വിഗ്രഹാരാധന മാത്രമാണ് ഷിർക്ക് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റ് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമാണ് ഷിർക്ക് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ മഹാന്മാരായിട്ടുള്ള ആളുകൾക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഷിർക്ക് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അതുമാത്രമല്ല ഷിർക്ക്. അത് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ ഒരു മേഖലയാണ്. ഷിർക്കിൻ്റെ ഒരുപാട് ഇനങ്ങളുണ്ട്. ആ ഇനങ്ങളെല്ലാം നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയപ്പെട്ടതെല്ലാം ഷിർക്കാണെങ്കിലും അതല്ലാത്തതും ഷിർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഗോപ്യമായ രൂപത്തിൽ ഷിർക്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അത് വിശ്വാസത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ മാത്രമല്ല, നമ്മുടെ സംസാരത്തിൽ പോലും വരാൻ പാടില്ല. സംസാരത്തിൽ പോലും ഷിർക്കിലേക്ക് എത്തിക്കുന്ന, അതിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും വരാൻ പാടില്ല. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നു, ഷിർക്ക് എന്ന് വെച്ചാൽ തശ്രീക് ഗൈരില്ലാഹ് മഅ അല്ലാഹി ഫിൽ ഇബാദ, അള്ളാഹുവിനോടൊപ്പം ആരാധനയിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കലാണ്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, ഇബാദത്ത് അള്ളാഹുവിൽ മാത്രം. ആ ഇബാദത്തിൽ അള്ളാഹുവിനെ അർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രം, അതിലൊരു പങ്കാളിയെ നിശ്ചയിക്കാൻ പാടില്ല. ആ ഇബാദത്തിൻ്റെ ഇനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പ്രമാണങ്ങളിൽ നിന്ന് അതിനെ വർഗീകരിച്ചിട്ടുള്ളത് ഒന്ന് റുബൂബിയത്താണ്. സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ്, അള്ളാഹു റബ്ബ് എന്ന മേഖല, അള്ളാഹുവിനെ റബ്ബായി കാണുന്ന മേഖല, ആ മേഖലയിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ മേഖലയിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. സൃഷ്ടിയുടെ മേഖലയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപെടലുണ്ട് എന്നോ അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഏതെങ്കിലും ഷെയ്ഖ്, ഏതെങ്കിലും ഹോജ, ഏതെങ്കിലും ശക്തികൾ അതിൽ ഇടപെടുന്നു എന്ന് വിശ്വസിക്കലോ അംഗീകരിക്കലോ ഉണ്ട് എങ്കിൽ റുബൂബിയത്തിൽ ശിർക്ക് സംഭവിച്ചു, അപകടമാണ്.
വിശദമായി അത് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വബി തൗഫീഖിഹി നമുക്ക് ആ മേഖലയിൽ കൂടുതൽ പഠിക്കാം. രണ്ടാമതായി ഉലൂഹിയത്തിന്റെ വിഷയത്തിലാണ്. ഇലാഹ് എന്ന വിഷയത്തിൽ ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രമാണ്. എന്നാൽ ആ ആരാധനയുടെ ഹക്ക്, അതിൻ്റെ അർഹത മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞാൽ പോലും അതിലേക്ക് ശിർക്ക് കടന്നു വരും. തൗഹീദുൽ ഇലാഹ്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, ആ വിഷയത്തിൽ ശിർക്ക് കടന്നു വരും. മൂന്നാമതായി പറഞ്ഞാൽ അള്ളാഹുവിന് ഉന്നതമായ നാമഗുണ വിശേഷണങ്ങളുണ്ട്. എല്ലാം കാണുന്നവൻ, സമീഅ്, ബസീർ, എല്ലാം കേൾക്കുന്നവൻ, ഇങ്ങനെ ഉന്നതമായ നാമഗുണ വിശേഷണങ്ങളുണ്ട്. ഈ നാമഗുണ വിശേഷണങ്ങളൊക്കെ ഇന്ന ശൈഖനുണ്ട്, ഇന്ന ബീബിക്കുണ്ട്, ഇന്ന തങ്ങൾക്കുണ്ട്, ഇന്ന പണ്ഡിതനുണ്ട് എന്ന് അറിവില്ലായ്മയിലൂടെ പറഞ്ഞാൽ അവിടെ തൗഹീദ് അസ്മാ വ സിഫാത്തിൽ അല്ലാഹുൽ പങ്കു ചേർത്തു, ശിർക്ക് വന്നു. ഇങ്ങനെ ഈ മൂന്ന് മേഖലയിലുമായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ അല്ലാഹുൽ പങ്കു ചേർത്താൽ ശിർക്കാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി മാ യഗ്ഫിറു ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും. ശിർക്കല്ലാത്ത പാപമെല്ലാം അല്ലാഹു പുറത്തു തരും. പക്ഷെ ശിർക്ക് പൊറുക്കുകയില്ല. ആത്മാർത്ഥമായി തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങിയാലല്ലാതെ അല്ലാഹു പുറത്തു തരികയില്ല. അല്ലാതെ മറ്റു തെറ്റുകൾ, ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമസ്കാരത്തിനും അല്ലാത്തതിനും വേണ്ടി ഉദു ചെയ്യുമ്പോൾ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജുമ അടുത്ത ജുമ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. റമദാൻ ഒരു വർഷത്തെ കാലത്തെ പാപങ്ങൾ പൊറുക്കുകയാണ്. പല പ്രത്യേകമായ സ്ഥലങ്ങൾ, പല പ്രത്യേകമായ സന്ദർഭങ്ങളിലൊക്കെ പാപമോചനത്തിന് വേണ്ടിയുള്ള സന്ദർഭങ്ങളും സ്ഥലങ്ങളുമാണ്. പക്ഷേ ശിർക്ക് അത് തെറ്റാണ് എന്നും ഗൗരവകരമായ പാപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തിരിച്ചല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. എൻ്റെ ആരാധന അല്ലാഹുവിന് മാത്രം, എൻ്റെ സഹായതേട്ടം അല്ലാഹുവിന് മാത്രം, എൻ്റെ നേർച്ച അല്ലാഹുവിന് മാത്രം, ഞാൻ ബലിയർപ്പിക്കുന്നത് അല്ലാഹുവിൻ്റെ പേരിൽ മാത്രം, ഞാൻ സത്യം ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ പേരിൽ മാത്രം, ഞാൻ അമിതമായ പ്രതീക്ഷ വയ്ക്കുന്നത് അല്ലാഹുവിൽ മാത്രം, ഞാൻ അമിതമായി ഭയക്കുന്നത് അല്ലാഹുവിനെ മാത്രം എന്ന് പറയാൻ കഴിയണം. ഏതാനും ചില ഇനങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഇതെല്ലാം അല്ലാഹുവിൽ മാത്രമാകുമ്പോഴാണ് ശുദ്ധമായ തൗഹീദാകുന്നത്. ആ ശുദ്ധമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുവഹിദീങ്ങളായി മുന്നോട്ട് പോവുക. ശിർക്കിലേക്ക് അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ധാരാളമായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ പഠിച്ചു മനസ്സിലാക്കി അള്ളാഹു നൽകിയ ഹിദായത്ത്, തൗഹീദിൻ്റെ മാർഗം, അത് ഗൗരവമായി കണ്ട്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമായി കണ്ട്, അത് നമ്മളിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കും ആ വെളിച്ചം കിട്ടണമെന്നുള്ള ആഗ്രഹവുമായി അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അള്ളാഹു നാം അവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്നെ അറിഞ്ഞും പഠിച്ചും നിന്നെ സ്നേഹിച്ചും നിന്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന നിന്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് തെറ്റുകൾ, പാപങ്ങൾ, കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. റബ്ബേ, നീ ഗഫൂറാണ്, നീ ഗഫാറാണ്. നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണമേ. അല്ലാഹുവേ, കുറ്റമറ്റ ഹൃദയവുമായി അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മുടെ സമയങ്ങളിൽ നിന്ന് നിന്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രവും റിയാ ഇല്ലാതെ ഇഖ്ലാസോടുകൂടി ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിലുള്ള ഒരുപാട് ദാവാ പ്രോജക്റ്റുകൾ, പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതുമായി മുന്നോട്ട് പോവുകയാണ്. അല്ലാഹുവേ, അത് വിജയിക്കണമെങ്കിൽ, ആളുകളിൽ സ്വാധീനമുണ്ടാകണമെങ്കിൽ നിന്റെ സഹായം ആവശ്യമാണ്. റബ്ബേ, നീ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ. അല്ലാഹുവേ, മരണം വരെയും ഒരുമയോടുകൂടി, ഒത്തൊരുമയോടുകൂടി നിന്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മരുന്നിൻ്റെ മണവുമായി ഹോസ്പിറ്റൽ റൂമുകളിൽ, വീട്ടിൻ്റെ റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകുകയും ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി നിന്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് അവർക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ വിധി അനുസരിച്ച്, നിന്റെ തീരുമാനമനുസരിച്ച് ഈ ലോക ജീവിതം അവസാനിപ്പിച്ചു പോയിട്ടുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അല്ലാഹുവേ, അവരുടെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കുകയും അവരുടെ ബർസഖിയായ ജീവിതം നല്ല വെളിച്ചത്തിലും സന്തോഷത്തിലുമാക്കി തീർക്കണമേ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب قريب يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار،
اللهم أجرنا من النار. اللهم إنا نسألك الجنة يا رب العالمين. اللهم إنا نسألك الجنة يا رب العالمين. اللهم إنا نسألك الجنة يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.